ഒരു സംഘടനയിൽ കാര്യങ്ങളെ മുൻകൂട്ടി കാണാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അതിനൊരു പ്ലാനിങ്, അറ്റ്ലീസ്റ്റ് ഒരു ബേസ് കാര്യമല്ലേ, ഒരു സംഘടനയുടെ ഒരു ബേസ് കാര്യമല്ലേ ഒരു പ്ലാനിങ് എന്നുള്ളത്, പ്ലാനിങ്ങും എക്സിക്യൂഷനും. അപ്പൊ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇങ്ങനത്തെ ഒരു പ്ലാനിങ്ങേ ഇല്ല എന്ന് ഇവര് 2 പ്രാവശ്യം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. കാരണം ഈ ഇലക്ഷൻ വരാൻ പോവുകയാണ് എന്നുള്ളത് ഈ ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇന്ന മാസം ഈ സർക്കാരിൻ്റെ ഡേറ്റ് എക്സ്പയർ ആവുകയാണ്, അപ്പോൾ അതിന് മുമ്പ് എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കണം. ആരൊക്കെ മത്സരിക്കണം, ആരൊക്കെ മത്സരിക്കണ്ട, അതൊരു 2 മാസം മുമ്പേ അതിൻ്റെ ഹോംവർക്ക് തുടങ്ങണ്ടേ? അതല്ലേ ഒരു ബേസ് ഒരു സംഘടനയുടെ ഒരു ബേസ് കാര്യം എന്ന് പറയുന്നതല്ലേ ഒരു ഹോംവർക്ക് തുടങ്ങുക. ഈ എലക്ഷൻ നടന്നത് 9-ാം തീയതിയാണ്, റിസൾട്ട് വന്നത് നെക്സ്റ്റ് മന്ത് 4-ാം തീയതിയാണ്. 1 മാസത്തോളം സമയമുണ്ടായിരുന്നു ഇവർക്ക്. ആൻഡ് ഇവർക്ക് ഏതാണ്ട് ഉറപ്പായിരുന്നു ഇവർ പാസ്സാവുന്നു. ഇത്രയും കോൺഫിഡൻസോട് കൂടി ഇവരെല്ലാവരും പറഞ്ഞിരുന്നു ഞങ്ങൾ ബഹുഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും എന്നുള്ളത്. അത്രയും കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ ആ എലക്ഷൻ കഴിഞ്ഞ 9-ാം തീയതി മുതൽ 4-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഈ എല്ലാവരെയും വിളിച്ചിട്ട്, നിങ്ങൾ MLA ടിക്കറ്റ് കൊടുത്ത, MLA ആവാനായിട്ട് ടിക്കറ്റ് കൊടുത്ത എല്ലാവരെയും വിളിച്ച് സംസാരിക്കൂ. അവർക്ക് MLA ആവാനായിട്ട് എലിജിബിൾ ആയതുകൊണ്ടാണല്ലോ നിങ്ങൾ അവർക്ക് ആ ടിക്കറ്റ് കൊടുത്തത്. അതുകൊണ്ട് അവരുടെ അഭിപ്രായത്തിന് വിലയില്ലാതാവുന്നൊന്നുമില്ല. അവർ ജയിക്കുമോ തോക്കോ എന്തെങ്കിലും ആയിക്കോട്ടെ, അവർ ജയിച്ചെങ്കിൽ MLA, ജയിച്ചില്ലെങ്കിൽ MLA ആവാൻ എലിജിബിൾ ആയിട്ടുള്ള ഒരാളായിരുന്നു ആ സംഘടനയിലെ. അവരുടെ അഭിപ്രായത്തിന് വാല്യൂ ഉണ്ട്. അപ്പം നിങ്ങൾ ജയിച്ചു വന്നാൽ, നമ്മുടെ പാർട്ടി ജയിച്ചാൽ, അപ്പം 3 പേരെ ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നു. ഹൈക്കമാൻഡ് പറയുകയാണ് 3 പേരെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ആരാണ് താല്പര്യം, നിങ്ങൾക്ക് ആരോടാണ് താല്പര്യം, നിങ്ങൾ അതിൻ്റെ ഒരു വോട്ടിംഗ് ചെയ്യൂ എന്ന് പറയുമ്പോൾ ഈ പ്രോസസ്സ് ആ 1 മാസം കൊണ്ട് ചെയ്യായിരുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ വരുന്ന തർക്കങ്ങളും വിഷയങ്ങളും എല്ലാം ജനം എന്ന് പറയുന്ന സംഭവം അറിയാനേ പോകുന്നുണ്ടായിരുന്നില്ല. കാരണം ഇത് നിങ്ങൾ സംഘടനയുടെ ഉള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഇറ്റ് വാസ് എ ഹോംവർക്ക്. ആ 1 മാസം നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന ഹോംവർക്ക് ആയിരുന്നു അത്. നിങ്ങൾ ആ ഹോംവർക്ക് ചെയ്തില്ല. നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ തൂറാൻ നേരത്ത് പറമ്പ് അന്വേഷിക്കാനാണ് നിങ്ങൾ നോക്കുന്നത്. ഇപ്പോൾ ആ ഹോംവർക്ക് ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ ഈ തർക്കങ്ങൾ ജനങ്ങൾ അറിയുകയില്ലായിരുന്നു. ഈ ജനം റോട്ടിലിറങ്ങാൻ അവർക്കൊരു അവസരം പോലും കിട്ടില്ലായിരുന്നു. ജനത്തിന് ചിന്തിക്കാൻ പോലും പറ്റുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാമായിരുന്നു. അന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രി ആരും ആയിരുന്നോട്ടെ, ജനം അംഗീകരിച്ചേനെ. ഒരു പരിധി വരെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം, അത് എക്കാലത്തും രാഷ്ട്രീയത്തിലുണ്ട്. ജനമാണ്, പ്രതികരിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. അപ്പം ഈ വഴിയിൽ ജനങ്ങളെ ഇറക്കി ഈ ഇത്രയും ഫ്ലെക്സും അടിച്ച് മുദ്രാവാക്യവും വിളിച്ച്